ഇപ്പൊ നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് ജഗദീഷായിട്ടായിട്ട് കാണുന്നത് കാട്ടാളനിലെ അലിയാണ്, മാർക്കോല് ടോണി ഐസക്കാണ്, മാർക്കോല് സൈറസ് ആണ്, കാട്ടാളനില് എഡിയാണ്. സോ ദേ ഇറ്റ് ഓൾ ക്യാൻ മറിച്ച്. ഇപ്പോ നാളെ ചിലപ്പോ കാട്ടാളനും മാർക്കും ഒരുമിച്ച് വന്നേക്കാം, നമുക്കറിയില്ല. പക്ഷെ ചിലപ്പോ എഡി ഉണ്ടാവാം, സൈറസ് ഉണ്ടാവാം, ചിലപ്പോൾ ടോണി ഐസക് ഉണ്ടാവാം, അലി ഉണ്ടാവാം. സോ അതൊരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ വെച്ചിട്ട് like I said, Eddie is not less than Cyrus, and there's a big surprise for all of you. Just mark this line. There's a big surprise for all of you in the film from the Eddie side. Okay? Cartoon on 28 May. അത് ആക്ച്വലി ഫിലിം കാണുമ്പോൾ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അത് ഫിലിം കാണുമ്പോൾ അതുപോലത്തെ കുറച്ച് സർപ്രൈസസ് സിനിമയിലുണ്ട്. Director, one question. ക്യൂബ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ അടുത്ത് പിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇനീഷ്യലി കാട്ടാളൻ എന്ന് പറയുന്നത്. ഓ മേ ബി ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറച്ചും കൂടി ഒരു ഈ പറയുന്ന ഒരു കുറച്ചും കൂടി ഒരു വലിയ ക്യാൻവാസിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു എയിമോട് കൂടിയിട്ട് ആയിരുന്നു ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലൊരു വർക്ക്. അതെങ്ങനെയായിരുന്നു എന്ന് അറിയാൻ കൊള്ളാമായിരുന്നു. ഓർ ആന്റണി വർഗീസ് പെപ്പെ ആദ്യം മനസ്സിൽ കണ്ടു, പിന്നീട് ലേറ്റർ ക്യൂബ്സ് ഇന്റർനാഷണലിലേക്ക് എത്തുന്നു, പിന്നെ ഇതൊരു അങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണോ കാട്ടാളൻ എന്നുള്ളത് അറിയാൻ കൊള്ളാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ പ്രോജക്റ്റ് പിച്ച് ചെയ്യുന്ന ആന്റണിയിലേക്കാണ്. അപ്പൊ ആന്റണിയാണ് എനിക്ക് ആദ്യം എന്നെ വിശ്വസിച്ച് ഡേറ്റ് ആണ്. പിന്നീടാണ് ഞാൻ ഷെരീഫ് കെയിലേക്ക് എത്തുന്നത്. ഷെരീഫ് കെയിലേക്ക് എത്തി ഞാൻ ഈ കോൺസെപ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നില്ല. കാരണം ഞാനൊരു ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പോൾ ആന്റണി അതുവരെ ചെയ്തിരുന്ന സിനിമകൾ, അപ്പോൾ ഈ പറയുന്ന ഒരു സേഫ്റ്റി ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യമൊക്കെ മൈൻഡിൽ കണ്ടിട്ട് നമ്മൾ ആ രീതിയിലാണ് ഈ സിനിമ വർക്ക് ചെയ്തത്, ഷെരീഫ് കെയിലേക്ക് പിച്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് മാർക്കോ ഇറങ്ങിയതും അതിൻ്റെ ഒരു വലിയ സക്സസ് വന്നത്. അപ്പോൾ ഷെരീഫ് കെ അപ്പോൾ ആന്റണിയും ഷെരീഫ് കെ ആക്ച്വലി ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു മുമ്പ്. പക്ഷെ ഞാൻ പിച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്കത് വന്നത്. അപ്പൊ ഷെരീഫ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആന്റണിയെ വെച്ചുകൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ്. അപ്പൊ അത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഷെരീഫ്ക്കയുടെ ഒരു വിഷനായിരുന്നു അത്. അപ്പൊ അദ്ദേഹം അത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. ഞാൻ ആ പ്രോജക്റ്റ് പിച്ച് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പ്രോജക്റ്റിനെ ഷെരീഫ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ചെയ്യാന്ന് വാക്ക് തന്നു. അപ്പൊ അത് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കിത് കുറച്ചും കൂടി ഒരു ഹൈ ഒക്ടേൻ, കുറച്ചും കൂടി ഒരു വലിയ ക്യാൻവാസിലേക്ക് ചിന്തിച്ച് കൂടെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒരു 1 സ്റ്റെപ്പ് ഹെഡ് വർക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കാട്ടാളനിലേക്ക്. ஆனா எனக்கு ஃபர்ஸ்ட் இந்த படம் இவ்வளோ பெரிய பிக் பட்ஜெட் படத்துல என்னோட டெபியூ வருது. ஐ எம் எக்ஸ்ட்ரீம்லி கிரேட்ஃபுல் அண்ட் பிளெஸ்ட் அண்ட் ஐ ஷுட் தேங்க் only Paul sir for that and Sheriff sir. Out of nowhere they wanted to change my color, like Dushara ஒரு சீரியஸ் பெர்ஃபார்மர்ல இருந்து ஒரு ஆக்ஷன் பெர்ஃபார்மரா மாத்திருக்காங்கன்னு நினைக்கிறேன். So thank you so much. About action sequences, I was shooting in Thailand, so it's you get to see original elephant fights there in Thailand, which composed by directed by Kecha Master. मतलब ऐसा बहुत कम फिल्में होती हैं जहाँ पर ओरिजिनल एलिफेंट्स का फाइट है. You get to see in this film, and Pepe ने कुछ ऐसे एक्शन सीक्वेंसेस करे हैं जो इट वाज वेरी हार्ड टू शूट, बट यू लाइक 1 take, 2 takes, 3 takes, was tired, but still he was like on and like hats off to Pepe. I'm mentioning because he did a lot of hard work in this film. That's why I'm mentioning this. And Santosh, action director, did an amazing job in this film. You saw the trailer; it's full of action. Everybody is walking with guns. Mari, Eddie, Sandeep, Harish. We also superb action, and you saw the trailer. Original elephant fights, tremendous action between all the villains. So I'm very grateful to all the action directors. Thank you. ये मेंशन करना जरूरी था बिकॉज हार्डकोर एक्शन मूवी है यार. एक्शन डायरेक्टर का नाम ही नहीं आया था अभी तक, so दिमाग में क्लिक हुआ यार अभी.